അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ, ആമീൻ. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്ത്, ഹാമീം അസ്സജദ എന്നും ഈ അധ്യായത്തിന് പേരുണ്ട്. 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പ്രവാചകനോട് വിലപേശൽ നടത്തിയതും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടിയും വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഹാമീം ഇത് പരമദയാലുവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. എല്ലാം സ്പഷ്ടമായി വിശദീകരിക്കപ്പെട്ടത്, അറബി ഭാഷയിലുള്ളത്. അറിവുള്ള ജനത്തിന് അത് സുവിശേഷമാണ്, താക്കീതാണ്, ബഷീറും വനദീറ. എന്നാൽ അധിക ആളുകളും അത് കേൾക്കുന്നേയില്ല. അവർ പറയുന്ന മറുപടിയാണ് 5-ാം സൂക്തത്തിൽ, വഖാലു ഖുലൂബുന അക്കിന്ന ഫി അക്കിന്ന, ഹൃദയങ്ങൾ അടച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഖൽബ് ജംഅ് ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ അടച്ചു മൂടിയിട്ടിരിക്കുന്നു. മിമ്മ തദഊന ഇലൈഹി വഫി ആദാനിന വഖർ, ഞങ്ങളുടെ കാതുകളാവട്ടെ ബധിരമാണ്. നീ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഞങ്ങൾ കേൾക്കൂല. ഞങ്ങളുടെ കാതുകൾ അടച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മൂടിയുണ്ട്. ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മറ വീണിരിക്കുന്നു. വമിൻ ബൈനിന വ ബൈനിക ഹിജാബ് ഫഅമൽ ഇന്നന ആമിലൂൻ, നീ നിൻ്റെ പണി ചെയ്യുക, ഞങ്ങളുടെ പണി ഞങ്ങളും ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിൻ്റെ സന്ദേശം ഒരിക്കലും വരൂല പ്രവാചകരെ മുഹമ്മദേ. നീ എത്ര തന്നെ ശ്രമിച്ചാലും ഞങ്ങളെ നിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല. ഞങ്ങളെയും നിങ്ങളെയും തമ്മിൽ നിൻ്റെ പ്രബോധനം അകറ്റിയിട്ടുണ്ട്. നമ്മൾ തമ്മിലുണ്ടായിരുന്നൊരു നല്ല ബന്ധം നിൻ്റെ ഈ പുത്തൻ വാദത്തിലേക്കുള്ള ക്ഷണം വഴി നീ അറുത്ത് കളഞ്ഞു. ഇനി ഒരിക്കലും നമ്മൾ ഒന്നിക്കാൻ കഴിയാത്ത അത്രമേൽ പ്രതിബന്ധങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നീ നിൻ്റെ പണി ചെയ്യുക, ഞങ്ങൾ ഞങ്ങളുടെ പണിയും ചെയ്തോളാം എന്നാണ് അവസാനം അവർ പറയുന്നത്. ഫഅമൽ ഇന്നന ആമിലൂൻ. ഇതിന് ചില ആശയങ്ങളുണ്ട്. മുഹമ്മദെ, തൻ്റെ പ്രബോധനം താൻ നിർത്തുന്നില്ലെങ്കിൽ അതങ്ങനെ തുടർന്നോളൂ. എന്നാൽ നിന്നെ എതിർക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളും തുടരും. നിന്നെ തോൽപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. നിനക്ക് കാത്തിരുന്ന് കാണാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന മറുപടി, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് അള്ളാഹു വഹി നൽകിയിട്ടുണ്ട് എന്നാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ അണിഞ്ഞിട്ടുള്ള പുറന്തോട് ഉടച്ചു കളയുക എന്നത് എൻ്റെ കഴിവിൽപ്പെട്ടതല്ല. നിങ്ങൾ അടച്ചിട്ട ചെവികൾ തുറപ്പിക്കാനും എനിക്ക് കഴിയില്ല. നിങ്ങളും ഞാനും തമ്മിൽ അതിനിടയിലുള്ള ഭിത്തി മതിൽ തകർക്കാനും എനിക്ക് കഴിയില്ല. ഞാനൊരു മനുഷ്യനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ട്, അവർ വിശ്വസിച്ചില്ല എങ്കിൽ നീ ദുഃഖിക്കേണ്ടതില്ല. അവർ നിൻ്റെ വഴിയിൽ വരുന്നില്ല എങ്കിൽ നീ നിരാശപ്പെടേണ്ടതില്ല. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു നൽകിയ സന്ദേശം എത്തിക്കൽ മാത്രമേ എനിക്ക് കഴിയൂ. കേൾക്കാൻ തയ്യാറുള്ളവരെ മാത്രമേ കേൾപ്പിക്കാനാവൂ. ഇലാഹുക്കും അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറുഹു വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് ദിവ്യബോധനം ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് കണ്ണടക്കാം, കാതടക്കാം, നിങ്ങൾക്ക് പല വിശ്വാസങ്ങളും പുലർത്താം, പക്ഷേ ഏകനായ ദൈവം, ഏകനായ അള്ളാഹു മാത്രമാണ്. അവൻ്റെ അടിമകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ ഒരു സത്യത്തെ മറച്ചു വെക്കാനോ ഇല്ലായ്മ ചെയ്യാനോ നിങ്ങൾക്കും എനിക്കും കഴിയില്ല. ഒരിക്കലും പിശക് പറ്റാൻ സാധ്യതയില്ലാത്ത ദിവ്യബോധനത്തിലൂടെ അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ആ ഒരു നന്മയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഫസ്തഖീമു ഇലൈഹി, നിങ്ങളതിൽ ചൊവ്വായി നിലകൊള്ളുക.
മറ്റാരെങ്കിലും ദൈവമാക്കുകയോ സഹായത്തിനു വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ മറ്റാർക്കെങ്കിലും സ്വയം സമർപ്പിക്കുകയോ മറ്റാരുടെയെങ്കിലും നിയമവ്യവസ്ഥകളെ നിർബന്ധമായി അനുസരിക്കേണ്ട ശരീഅത്തായി അംഗീകരിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിനെ മാത്രം അവലംബിച്ച് നിലകൊള്ളുക. ഇതാണ് ഫസ്തഖീമു ഇലൈഹി എന്നതിൻ്റെ ആശയമായി സെയ്ദ് അബുൽ അഅല മൗദൂദി സാഹിബ് പഠിപ്പിക്കുന്നത്. അസ്തഗ്ഫിറു, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക. നിങ്ങൾ അള്ളാഹുവിനോട് അനുവർത്തിച്ചിട്ടുള്ള വിശ്വാസവഞ്ചന, തെറ്റ്, ബഹുദൈവത്വത്തിൻ്റെയും സത്നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അള്ളാഹുവിനെ വിസ്മരിച്ചതിൻ്റെയും ഫലമായി നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക. വൈലുല്ലിൽ മുഷ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാത്ത. മുഷ്രിക്കുകൾക്ക് നാശം, അവർ പരലോകത്ത് നിഷേധിക്കുന്നു, സക്കാത്ത് നൽകുന്നില്ല. ഇവിടെ സക്കാത്ത് നൽകുന്നില്ല എന്നതിൻ്റെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യന്മാരായ ഇക്രിമയും മുജാഹിദുമൊക്കെ പറയുന്നത് സക്കാത്ത് എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിൻ്റെയും അള്ളാഹുവോടുള്ള വിശ്വാസത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഫലമായുള്ളവാവുന്ന ആത്മീയ വിശുദ്ധിയാണ്. ആത്മീയ വിശുദ്ധി, മനസ്സംസ്കരണം സാധ്യമാക്കാത്ത മുശ്രിക്കുകൾക്ക് നാശം എന്നാണ്. അതുപോലെ തന്നെ അവർ പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ, ഹസൻ ബസ്രി, ഖതാദ തുടങ്ങിയ ആളുകളൊക്കെ പറയുന്നത് സക്കാത്ത് എന്നത് സാമ്പത്തിക സക്കാത്ത് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ബഹുദൈവ ആരാധനയിലൂടെ ദൈവത്തിൻ്റെയും സക്കാത്ത് കൊടുക്കാതിരിക്കുന്നതിലൂടെ ദൈവദാസന്മാരുടെയും അവകാശങ്ങൾ ഹനിക്കുന്ന ആളുകൾക്ക്, അഥവാ വൈലുൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മഹാനാശം എന്ന് തന്നെയാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ വഴിപ്പെട്ട് ജീവിക്കുക, അവനനുസരിക്കുക, അവനോട് പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവോടുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ്. ആ അള്ളാഹു നൽകിയ ധനം അവകാശികളായ പാവങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന അള്ളാഹുവിൻ്റെ നീതിയുടെ താല്പര്യമാണ്, സുന്നത്താണ്. അത് കൊടുക്കൽ മനുഷ്യൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സാമ്പത്തികമായ സക്കാത്ത് നൽകുക എന്ന ബാധ്യത, അള്ളാഹുവിനോടും മനുഷ്യരോടുമുള്ള കടപ്പാടുകൾ പൂർണ്ണമായിട്ടും നിർവഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി, മുഅ്മിൻ. എന്നാൽ അള്ളാഹുവോടുള്ള ബാധ്യതകളും മനുഷ്യരോടുള്ള കടപ്പാടുകളും നിർവഹിക്കാത്തവനാണ് ബഹുദൈവ വിശ്വാസി എന്ന ആശയം കൂടി ഇതിനുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ, വിശ്വാസത്തിൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് വരുന്ന ഒന്നാണ് അമലു സ്വാലിഹാത്ത്. വിശ്വസിച്ചാൽ മാത്രം പോരാ, അവിശ്വാസം സൽക്കർമ്മങ്ങൾക്ക് കൂടി മനുഷ്യനെ പ്രേരിപ്പിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്കായി അവസാനിക്കാത്ത, നിലച്ചു പോവാത്ത പ്രതിഫലമുണ്ട്. അജ്റുൻ ഗൈറു മംനൂൻ, ഇതിന് രണ്ടർത്ഥങ്ങളാണ് വിശദീകരിക്കപ്പെട്ടത്. ഒന്നൊരിക്കലും മുറിഞ്ഞു പോകാത്ത വിധത്തിലുള്ള പ്രതിഫലം. രണ്ട്, ആ പ്രതിഫലം അർത്ഥമനസ്സോടെ വല്ലതും നൽകിയാൽ തന്നെ അത് ആവർത്തിച്ചെടുത്തു പറയുന്ന ഒരു പിശുക്കൻ്റെ സമ്മാനം പോലെ, ഔദാര്യം പോലെ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കുകയില്ല അത് നൽകുക. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യർ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യർ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യം എന്ന നിലക്കല്ല, മനുഷ്യർ അതിനവകാശപ്പെട്ടതാണ്. ഒരിക്കലും മടുപ്പ് വരാത്ത, മുറിഞ്ഞു പോകാത്ത, ജീവിതത്തിലെ ആനന്ദങ്ങളും സന്തോഷങ്ങളും ആസ്വാദനങ്ങളും എന്നെന്നും നിലനിൽക്കുന്ന സുന്ദരമായ മനോഹരമായ സ്വർഗത്തിലായിരിക്കും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കുള്ള മഹത്തായ സ്ഥാനം. എന്നാൽ അള്ളാഹുവിനെ വിട്ട് അവൻ്റെ അനുസരണങ്ങൾ, അവൻ്റെ ഏകദൈവത്വം, അവനോടുള്ള വിധേയത്വം ഒന്നും പാലിക്കാതെ താന്തോന്നിയായി ജീവിക്കുന്ന ബഹുദൈവ വിശ്വാസിക്ക് നരകവുമാണ് കാത്തിരിക്കുന്നത് എന്ന വലിയ പാഠം ഇത്തരം സൂക്തങ്ങൾ നമുക്ക് നൽകുന്നു. ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.